വെള്ളം ഇറങ്ങാതെ ചത്ത തള്ളയുടെ ശവം അനാഥപ്രേതങ്ങളുടെ ആശുപത്രി മോർച്ചറി കിടന്നു. 2 ദിവസം ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ. ഇവക്കന്ന് 5 വയസ്സാ. വിശന്നും കരഞ്ഞു തളർന്ന് ഇവളെയും തോളിലിട്ട് അറവുമാടുകളെ വാങ്ങാൻ ഇങ്ങോട്ട് വരുന്ന തമിഴൻ ലോറി ഡ്രൈവറുടെ കാല് പിടിച്ചിട്ടാ ശവം നാട്ടിലെത്തിച്ചത്. ആരോ പറഞ്ഞറിഞ്ഞ് തന്തേന്ന് പറയുന്ന മനുഷ്യൻ വന്നു. 2 മാസം കഴിഞ്ഞ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളുടെ ഒരു കാര്യത്തിനും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. കഴിഞ്ഞ കാര്യങ്ങളും വാശിയും പിണക്കൊക്കെ നമുക്ക് മറക്കാം. ഇപ്പോ രാധയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആശ. ആകെ ഉള്ളത് ഈ വീടും കുറെ പൈക്കളുവാ. കഴിഞ്ഞോണത്തെ വരവിന് കുടുംബസ്നേഹമുള്ള ഞങ്ങളുടെ തന്ത വീടിന്റെ ആധാരം അടിച്ചു മാറ്റി പണയം വെച്ച് ലോറി വാങ്ങി. ബാക്കിയുള്ളത് പൈക്കളാ. ഇവളുടെ കല്യാണ ചെലവിന് എന്റെ കയ്യിലുള്ള സമ്പാദ്യം. അയാളും ഭാര്യയും നാട്ടിലുള്ളിടത്തോളം കാലം അതിന് അവകാശം പറഞ്ഞുകൊണ്ട് വരും. കണ്ണി ചോരയില്ലാത്തവനാ. അതിനു മുമ്പ് എല്ലാത്തിനെയും വിറ്റുപെറുക്കി നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി ഇവിടെ കല്യാണം നടത്തണം. നാളെ പൈക്കളെയും കൊണ്ട് മലകയറുമ്പോ ഒരു പാമ്പ് കടിച്ചോ വെള്ളടി വെട്ടിയോ എന്റെ തല പോയാ ഇവക്ക് പിന്നെ ആരാ ഉള്ളത്? വേണ്ടാത്തൊന്നും ചിന്തിക്കില്ലേ. കല്യാണത്തിന് വേണ്ടി പാർത്ഥൻ കരുതിയിട്ടുള്ള സമ്പാദ്യത്തിൽ തൊടാതെ രാധയെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ. രാധയുടെ പഠിത്തത്തിന് ആവശ്യമുള്ള പണം ബാങ്ക് തരും. പാർത്ഥൻ കുറേശ്ശായിട്ട് തിരിച്ചടച്ചാ മതി. ഒക്കെ ശരിയാവും. പിന്നെ കല്യാണം അത് എടുപിടിന്നിങ്ങനെ അതിനതിന്റെയൊക്കെ സമയമുണ്ടല്ലോ അല്ലേ? സാറേ, ഞാൻ സാറിനെ കാണാൻ 1-2 തവണ ബാങ്കിൽ വന്നിരുന്നു. എന്താ വിശേഷിച്ച്? എനിക്ക് സാറിനോട് നന്ദി പറയണമെന്ന് തോന്നി. എന്റെ മോൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്തത് സാറാ. നിങ്ങൾ മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഇറക്കി വിടുമായിരുന്നോ? വിവാഹപ്രായം എത്തിയൊരു പെൺകുട്ടിയുള്ള നിങ്ങള് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ? എനിക്ക് ആ വിചാരമില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷമോ ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അവന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ വന്നില്ല, അത് സത്യ. അന്നെന്റെ സാഹചര്യം അതായിരുന്നു. ഹൈദരാബാദിലേക്ക് ലോഡ് കൊണ്ടുപോയ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും മരിച്ചു. ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ 2 മാസം ഞാൻ ആശുപത്രി കിടക്കേണ്ടി വന്നു. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാ ഗൗരി മരിച്ച വിവരം അറിയുന്നത്. എന്തു വന്നാലും ഞാനിനി ഇവിടുന്ന് പോവില്ല. എന്റെ ഗൗരി അടക്കിയ മണ്ണിൽ എനിക്ക് മരിക്കുന്നതുവരെ ജീവിക്കണം. പക്ഷെ എന്റെ മക്കൾ എനിക്കിനി ആരുമില്ല. ഹലോ, വാ കേറ്. ആ കടയിൽ മുഴുവൻ ആൾക്കാരാ. അവരൊന്നും ഇതിൽ കയറ്റാൻ പറ്റില്ല. നീ കേറ്. അതൊന്നും പറ്റില്ല. മര്യാദക്ക് കേറണ്ടോ? ഇല്ലേ, നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ കേറില്ലേ? ഉറപ്പാണോ? ഷോക്കടിച്ചോ? ഈ കൈ എന്തിനാ അവിടെ വെക്കണം? ഇവിടെ വെച്ചൂടെ? എന്താ തേഞ്ഞു പോവോ? ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ഞാൻ പരീക്ഷിച്ചതല്ലേ. ആരെങ്കിലും കണ്ടു ആവോ? അയ്യോ, ആരും കണ്ടിട്ടില്ല. കാണണമെങ്കിൽ വേഗം കേറ്. നമുക്ക് മാർക്കറ്റ് വഴി ഒന്ന് കറങ്ങാം. അതല്ല, അണ്ണൻ അറിഞ്ഞോ? ഓ പിന്നെ, അണ്ണൻ അറിഞ്ഞ എന്റെ മൂക്കടിച്ചെത്തു. അതെ, സുന്ദരനും സുമുഖനും ഉദ്യോഗസ്ഥനുമായ മുകുന്ദനുമായി തന്റെ ഒരേ ഒരു പെങ്ങള് പ്രേമത്തിലാണെന്ന് അറിയുമ്പോ ആ വിദ്യാഭ്യാസത്തിലെത്ത പാർത്തൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്തേ? നല്ല അടിതന്ന 2 തുള്ളിച്ച് ഓടിക്കുമെന്ന് എന്റെ പേടി. എന്നെ വലിയ നിലയിലേക്ക് കെട്ടിച്ചയക്കണമെന്ന് അണ്ണന്റെ ആഗ്രഹം. തെങ്ങിന്റെ മുകളിലേക്കാണോ? ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. വലിയ നിലയിൽ കന്നുകാലികളെ മേക്കണ വല്ല കാലിച്ചക്കനെ കൊണ്ട് കെട്ടിച്ചേനെ നിന്റെ അണ്ണൻ. ഞാനല്ലാതെ വേറെ വല്ലോരും ഈ ചാണകം മണക്കണ നാട്ടിലെ ഇടയപ്പെണ്ണിന്റെ വലയിൽ വീഴൂ? വേണ്ട, വീഴണ്ട. കാലിച്ചെറുക്കനല്ലാതെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കോളേജിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട്. ഭയങ്കര സുന്ദരനാ. അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. 6 അടി പൊക്കം, കട്ടി മീശ, നല്ല ശബ്ദം. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കില്ല. എന്നോട് ചോദിക്കാം, നാടെവിടെയാ, വീടെവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ടൗണിൽ താമസിക്കാൻ ഇഷ്ടമാണോന്നൊക്കെ
വായി നോക്കി അവനെന്നെ ജയിലിലേക്ക് ഇട്ടെന്നാ തോന്നണേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഓ എന്റെ ഭാഗ്യം. ദേ, ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ. അങ്ങേർക്കും ഈ വട്ട് തുടങ്ങിയെന്നാ തോന്നണേ. നമ്മുടെ കാര്യം വേഗം അണ്ണനെ അറിയിച്ചില്ലെങ്കിൽ കുഴപ്പാവും. ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. മറുപടി വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ. എടോ മല കയറി പാർത്ത തന്റെ മരം കയറി പെങ്ങൾ എനിക്ക് കെട്ടിച്ചു തരുമെന്ന്. അമ്മയ്ക്കെന്നെ ഇഷ്ടാവോ? അമ്മ നിന്റെ ഫോട്ടോ കണ്ട് മറുപടിക്ക് വരെ ഇങ്ങ് പോന്നേക്കൊന്നും എന്റെ പേടി. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായാൽ പിന്നെ അണ്ണനെ പിടിച്ച് കെട്ടിക്കണം. പാവം, എന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ചിരിക്കാം. കൃഷ്ണഗിരിയിലെ ഗംഗാവ അവര് കാത്തിരിക്കാം. ദൈവമേ, ഈ മുരടിനോടും പ്രേമോ? വെറുതെ അല്ല പ്രേമത്തിന് കണ്ണില്ലാന്ന് പറയണേ. അല്ല, ഈ ഗംഗവ കാണാനെങ്ങനെ? സുന്ദരിയാ? നല്ല ഡാൻസ് കാരിയാ. ഹള്ളിയിലെ കോവിലിലെ കൃഷ്ണലീലിക്ക് വരും. ആഹാ. അയ്യോ, നേരം കുറയായി. ഞാൻ പോവാ. അണ്ണൻ അന്വേഷിക്കും. അല്ല അതെ ഒന്ന് ഇന്ന് ഞാൻ എന്തൊരു മണ്ടരാണെന്ന് നോക്കിയേ. സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനത് എന്താ ഒരു മരോ ആരുല്ല. അയ്യടാ പാടുന്നു. ഏയ് വെയിറ്റ് ഇടണ്ട. ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചെന്നാക്കാം. ആദ്യം അമ്മയുടെ കത്ത് വരട്ടെ. അതില് സമ്മതം അല്ലാന്നാണെങ്കിൽ ഇപ്പൊ തന്നെ വേസ്റ്റ് ആവില്ലേ? അത് ഞാൻ സഹിച്ചു. കത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു. ഉമ്മയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ തന്നാ മതിയോ? ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന്. കർമ്മനിരതനും സ്ഥിരോത്സാഹിയുമായ ഒരു ഫീൽഡ് ഓഫീസറെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ജഗദീശ്വരനോട് നന്ദി പറയുക. പഴയ ലോണുകൾ തിരിച്ചടപ്പിക്കുക, നിങ്ങളെ സമ്പാദ്യശീലം വളർത്തുക തുടങ്ങി ബാങ്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചതിന് ശ്രീ മുകുന്ദനെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. മുകുന്ദൻ നിങ്ങളുടെ ഇടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പൂർണ്ണ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ സ്വന്തമായി പശുക്കളില്ലാത്തവർക്ക് പശുക്കളെ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ്. മിസ്റ്റർ മുകുന്ദൻ പേര് വിളിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കടന്നു വന്ന് പശുക്കളെ ഏറ്റുവാങ്ങേണ്ടതാണ്. മഞ്ചപ്പ, ഈ കയറും ബാങ്കിന്റെ വകയാണ് അല്ലേ സാർ? അതെ. എന്നിട്ട് എന്റെ സാറേ പിന്നീട് ഉണ്ടായതൊന്നും പറയണ്ട. ഞാനും നീലവയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കകത്ത് കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. പുറത്താണെങ്കിൽ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാര് മുഴുവനും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, കാലത്ത് ജീപ്പ് വരും. അന്തോണി വരൂ. നിക്ക് തിമ്മയ്യ, ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറാണെങ്കിൽ രസം പിടിച്ച് എന്നിട്ട് എന്റെ സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിലുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ? അതെന്താ കർണാടകക്കാരെ ഇഷ്ടല്ലേ? അന്തോണി, നേരം ഇത്രയൊക്കെ ആയില്ലേ? ആ നേരെ ഇത്രയാക്കിയത് നമ്മളല്ലല്ലോ, അത് ദൈവല്ലേ. അതിന് കർണാടകക്കാര് എന്ത് പഠിച്ചു? ഞാൻ ബാക്കി കൂടി പറയാം. ഇനി ഭയങ്കര രസ. കാക്കു വരൂ. അന്തോണി വരൂ. ആ ഗ്ലാസ്സും ഉണ്ടാ? തന്നെ ഹൈവേ കൊണ്ട് വിടണോ? വേണ്ട സാർ, ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ ജീപ്പ് കിട്ടും. പറ്റി ഇന്ന് തന്നെ മടങ്ങണം. അതെങ്ങനെയാണ് സാർ? ഞാൻ ടൗണിൽ എത്തുമ്പോ തന്നെ ഓഫീസ് ടൈം കഴിയും. പിന്നെ ഒരു ഫസ്റ്റ് ഷോയും ഒരു സെക്കൻഡ് ഷോയും കണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി രാവിലെ അവിടുന്ന് 5 രൂപ കൊടുത്തൊരു കുളിയും പാസ്സാക്കി ഹെഡ് ഓഫീസിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടി എത്താം. അതുപോലെ സാർ? എത്തിയാ മതി. പിന്നെ വീക്കിലി വാങ്ങാൻ മറക്കരുത്. അതെനിക്ക് സാറ് കൂടെ കൂടെ തരുന്നുണ്ടല്ലോ. പാർത്ഥൻ, ഞാൻ ബാങ്കിലേക്ക് വരാതിരിക്കായിരുന്നു സാർ. എന്റെ സമയം ശരിയായെന്നാ തോന്നണത്. 1 മാസം മുമ്പ് ചന്ത വെച്ചൊരു കാക്കാത്തി കൈ നോക്കിയിട്ട് കൃഷ്ണലീല കഴിഞ്ഞ എനിക്ക് രാജയോഗമാന്ന് പറഞ്ഞ സത്യമായി. അല്ല സാറേ, ഈ കോളേജ് വാദ്യർക്കാണോ ഡോക്ടർക്കാണോ പഠിപ്പ് കൂടുതൽ? അല്ല അതിപ്പോ സാറ് ഈ നാട്ടിൽ വന്ന പിന്നെ ഞങ്ങക്ക് നല്ല കാല.
അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് വാദ്യാര് എന്നെ പോലെ ഒരാളുടെ വീട്ടിൽ പെണ്ണന്വേഷിച്ചു വരുമോ? രാധയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷ വലിയ കുടുംബക്കാരാ. കോളേജിൽ വെച്ചുള്ള പരിചയം അവർക്ക്. നമ്മുടെ പോസ്റ്റ്മാൻ ശേഖരേട്ടനെ ഈ ആലോചന കൊണ്ടുവന്നത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. മൂപ്പർക്ക് എന്തായാലും അവള് മതിയെന്ന് ഒരൊറ്റ വാശി. നാളെ കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും അമ്മയൊക്കെ വരും. രാധ, ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. അവൾക്ക് സന്തോഷമായിരിക്കും, എനിക്ക് ഉറപ്പാ. ആദ്യം ഈ വിവരം പറയുന്ന സാറിനോടാ. കുറച്ച് പൈക്കളെ വിട്ടിട്ട് 10-15 വളയും 1-2 മാല അങ്ങോട്ട് വാങ്ങി. അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം. വീട്ടിൽ വെച്ച് എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ആ തണ്ട ഇടക്കിടക്ക് ഞാനില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണം എന്നാ കേട്ടത്. അയാൾ കണ്ട ഇത് പഠിച്ചോണ്ട് പോകും. ഇനി ഭരത്തേനെ എങ്കിൽ സാറേ വൈകിട്ട് കാണാം. ദാ നാളും തീയതിയൊക്കെ നിശ്ചയിക്കാൻ വരട്ടെ. ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതുവരെ നിങ്ങൾ കാണിച്ച വേണ്ടാനങ്ങളൊക്കെ സഹിച്ച് ഞാനിവിടെ തലയുറഞ്ഞു നിന്നത് പെണ്ണിന്റെ ഭാവി ഓർത്തിട്ടാ. അതിനായിട്ട് ഇടങ്കൊരിടാൻ നോക്കിയാ അതേടാ, ഞാൻ കാണിച്ചതൊക്കെ വേണ്ടാതീനാ. അതിനുള്ള ശിക്ഷയായിട്ട് നീ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു? പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ? എടാ അവളെ അങ്ങനെ ഇപ്പൊ ആവശ്യമില്ലാത്ത വർത്താനം നിർത്ത്. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോഴാ ചുമ്മാ. ആവശ്യമില്ലാത്ത കാര്യോ? അവൾ എന്റെ മോളാ, എന്റെ രക്തത്തിൽ പറഞ്ഞോളാ. ഇപ്പൊ ഇവൻ കൊണ്ടുവന്ന ആലോചനക്കാര് നാളെ ആരുടെയെങ്കിലും വായിന്നത് കേട്ടാ കെട്ടിക്കൊണ്ടുപോയ പെണ്ണെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കൂലെന്ന് എന്താ ഉറപ്പ്? എന്ത് കേൾക്കുന്ന പറയുന്നത്? സത്യം പറയുമ്പോ നീ മെക്കെട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. നീ പൊന്നുപോലെ കെട്ടിപ്പൊഞ്ഞു നടക്കുന്ന നിന്റെ കുഞ്ഞു പെങ്ങളുണ്ടല്ലോ, അവള് നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റണോണ്ട് അവന് പായ എടാ, നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ലോകം കുറെ കണ്ടവനാ. ഇതൊന്നും നീ അറിയാണ്ട് നടക്കണേന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പെങ്ങളെ കൂട്ടിക്കൊടുത്ത ബാങ്ക് ലോൺ കിട്ടുമെന്ന് നിനക്ക് ആരാടാ പറഞ്ഞു തന്നെ? മാനം മര്യാദയായിട്ട് കഴിയുന്ന കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് പരത്തിയാണ്ടല്ലോ കൊല്ലും ഞാൻ. നീ കൊന്നോ? പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നത് സത്യമാണെന്ന് അറിയണമെങ്കിൽ നിന്റെ വിശ്വസ്ത ചങ്ങായി ദേ നിൽക്കണ്. ഇവനോട് ചോദിക്ക്, ഇവൻ സാക്ഷിയാണ്. എടാ, ബാങ്കിലെ മുകുന്ദ സാറിനെയും ഇവന്റെ കൊച്ചു പെങ്ങളെയും കൃഷ്ണലീലയുടെ എങ്ങനെയാടാ കണ്ടത്? പറഞ്ഞു കൊടുക്ക്. എങ്ങനെ വൈക്കോലിന് തീ പിടിച്ചെന്ന് കൂടി പറഞ്ഞു കൊടുക്കടാ. എന്താണ് ഉണ്ടായത്? സത്യം പറ. ഈ കേട്ടൊക്കെ സത്യമാണ്. അവര് രണ്ടാളെ ഒരുമിച്ചോടെ കണ്ടു. അവര് തമ്മില് നായിന്റെ മോനെ കൂടെ തന്നെ ചതിക്കായിരുന്നാടാ. ഞാൻ പറഞ്ഞു കേട്ട് തൊട്ടുമാറി തന്നെ കൊന്നളെ എല്ലാറ്റിനും. ഇതിനായിരുന്നല്ലോ സ്നേഹം ലോയം കാണിച്ച് കൂടെ കൂടിയത്. ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് പോവുക. ഞാൻ ഹെഡ് ഓഫീസില് ട്രാൻസ്ഫറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി നാട്ടിലേക്കില്ല, മതിയായി. നീ എന്റെ കൂടെ വരുന്നു. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നമ്മൾ തമ്മിൽ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ? ആരും എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ പറ, നീ എന്റെ കൂടെ വരില്ലേ? അണ്ണൻ ചോദിക്കേ, അമ്മയോട് സമ്മതം ചോദിക്കേ. അമ്മയോട് മാത്രം. അമ്മ സമ്മതിക്കും, എനിക്ക് ഉറപ്പാ.
ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യ എന്നാരും കരുതാതിരിക്കുക. എന്നാൽ അറിയേണ്ടവർ അതങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. കടങ്കഥ പോലെ രസകരമായൊരു മരണം. ശരിക്കും ഞാനത് ആഗ്രഹിച്ചിരുന്നു. മുകുന്ദൻ കണ്ട എക്സെൻട്രിക്കായ മുഴുക്കുടിയനായ ഒരാളായിരുന്നില്ല ഞാൻ. സമ്പന്നമായൊരു കുടുംബത്തിലെ അവകാശിയായ ഏക ആന്തരി. ജീവിക്കാനൊരു ജോലിയുടെ ആവശ്യമില്ലായിരുന്നിട്ടും എൻ്റെ നിർബന്ധപ്രകാരം ആ ചെറിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് സ്വീകരിക്കാൻ അമ്മ എന്നെ അനുവദിച്ചു. ആ ദിവസങ്ങളിൽ നിന്നോ ഞാൻ അവളെ കണ്ടുമുട്ടി, രാധെ. ഒരു വിവാഹത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഞാൻ അവളൊത്തുള്ളൊരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങളുടെ വിവാഹം നടന്നു. ഏയ്, എന്താ നാണ? നമ്മള് പരിചയമില്ലാത്തവരൊന്നും അല്ല. എന്താ എന്തുപറ്റി? രാധയ്ക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്നു. ഇങ്ങനൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ വരണ്ട സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു. അണ്ണനും നാട്ടുകാർക്കും അയാളെ വിശ്വാസമായിരുന്നു, ഇഷ്ടായിരുന്നു. പക്ഷെ അയാൾ ആ സ്നേഹവും വിശ്വാസവും തകർത്ത് കളഞ്ഞു. പിന്നെ ഒരു കല്യാണമേ വേണ്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ. പക്ഷെ അണ്ണൻ നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അണ്ണൻ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ ഇപ്പോ എനിക്കറിയാം ഞാനൊരു ഭാര്യയാണ്. ഒരു നല്ല ഭാര്യയാവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. പക്ഷെ അതിനെനിക്ക് സമയം വേണം. എല്ലാ പെൺകുട്ടികൾക്കും പറയാനുള്ള ഒരു കഥ, കൗമാരത്തിലെ ഒരു ഭ്രമം, ഇൻഫാക്ച്വേഷൻ. ഞാൻ അത്രേ കരുതിയുള്ളൂ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു യാത്ര, അത് അവളിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. യാത്രക്കിടയിൽ ഈ നഗരത്തിലെ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഞങ്ങളെത്തി. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ആ മതി ടി വി കണ്ടത്. പോയി കിടക്കാൻ നോക്ക്. നാളെ പുലർച്ചയ്ക്ക് ഉണരേണ്ടതല്ലേ. കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടുത്തെ ഒരു മലയാളി റൂംബായോട് ഞാൻ ചോദിച്ചു. ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടുത്തെ മൂലപ്രതിഷ്ഠ. ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസ്സിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം. കിടന്നോളൂ മോളെ, രാവിലെ അമ്മ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഒരു കുഞ്ഞു പൂവിൻ്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമെൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ, തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്ത നെയ്യും വിരിച്ചുവെങ്കിൽ, എൻ്റെ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ, എൻ്റെ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ.